ഹായ് ഗായ്സ്, അപ്പോൾ ആദി വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡേ ആണ് ഇവിടെ നിന്ന് നമ്മൾ മണാലിയിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യാൻ പോവുക. ഈ സ്നോ ഹിൽ എന്ന് പറയുന്ന ഹോട്ടലിൽ നിന്നാണ് ചെക്കൗട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി നമ്മൾ ഇന്ന് ഈവനിങ് ഇവിടെ നിന്ന് നമ്മൾ വോൾവോ ബസ്സിൽ പോകുന്നതായിരിക്കും. അപ്പോൾ ചെറിയ കാര്യങ്ങൾ ഇനിയൊരു എന്താ പറയുകയാണെങ്കിൽ ഒരു 10 മണിക്കൂറോളം നമ്മൾ മണാലിയിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം പോകുമായിരിക്കും. അപ്പോൾ നമുക്കിനി വഴിയിൽ വെച്ച് കാണാം. അല്ല മീൻസ് ഡേ 3 ഇല്ല, നമ്മുടെ എന്താ മണാലി ഇത് എൻഡ് ആവും. ചുണ്ടൊക്കെ കണ്ട ഗൈസ്, ഡ്രൈ ആയി, മറ്റേ ഇതുകൾ വന്നു. എവിടേക്ക് പോണേന്ന്? കുളു. ഇന്ന് നമ്മൾ പോകുന്നത് കുളുവിലൊക്കെയാണ്. ഇന്ന് നമ്മുടെ മണാലി വ്ളോഗ് എൻഡ് ആവൂട്ടാ. പിന്നെ നമ്മളിനി എവിടെ പോവും? ബോംബെ പോവും. ഇന്ന് നമ്മൾ പോണത് ഇന്നത്തെ ഡെസ്റ്റിനേഷൻ കുളുവാണ്. സോ നമുക്ക് എവിടെയൊക്കെ പോവാം. ഇന്ന് നമുക്ക് വേറെ ക്യാബ് ഡ്രൈവറാണ്. ഇന്നലെ വരെ വന്ന ചേട്ടൻ്റെ ആര് മരിച്ചു? ഗ്രാൻഡ് പേ മരിച്ചപ്പോൾ ആള് നമുക്ക് വേറെ ആളെ അറേഞ്ച് ചെയ്തു തന്നു. ഈ ചേട്ടൻ്റെ പേര് ഹേംരാജ്. ഗൈസ്, നമ്മളുള്ളത് ഒരു മന്ദിറാണ്, കുളുവിലെ ഒരു മന്ദിർ. ഇത് ഇവിടുന്ന് തന്നതാണ്. ഗൈസ്, ഞങ്ങൾ ഇവിടെ ഇരിക്കുക. എന്തോ ഫുഡ് കഴിക്കാനാന്ന് തോന്നുന്നു. ഫുഡാണോ പ്രസാദാണോ? ദർശനം കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഇരിക്കണം. അപ്പൊ നമുക്ക് എന്തെങ്കിലും പേടിയായിട്ടാ ഒരു ഫുഡ് ട്രൈ ചെയ്യാൻ പേടിയാ. ഒന്നുമില്ല, മനസ്സിലായി. ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് കുളുവിൽ തന്നെ പാരാഗ്ലൈഡിങ്ങിന്റെ ഏരിയയിലാണ് കേട്ടോ. അപ്പൊ അതെ, അതാണ് ഇഷ്ടം. പിന്നെ ലൈഫിൽ ഇനി വെപ്പാതി പാരഗ്ലൈഡ് ചെയ്യാൻ പോണ എന്നാ എനിക്കൊന്നും ചെയ്യണ്ട. അപ്പോൾ നമ്മളിപ്പോൾ 3-ാം ദിവസത്തിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൊമെന്റിലാണ്. ബട്ട് എനിക്ക് അത്ര വലുതായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. 3-ാമത്തെ ദിവസം എനിക്ക് പ്രത്യേകിച്ച് 3-ാമത്തെ ദിവസം വളരെ മോശം. നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഹാൻഡ്ലൂംസ് ഉണ്ട്, ഭയങ്കരമായിട്ട് അതിന്റെ ഷോപ്പുകൾ മാത്രം കാശുള്ള പരിപാടിയാണ്. ഭയങ്കര പ്രൈസ് ആണ് നമുക്ക്. അതല്ലാതെ വേറെ ഒന്നും ഇല്ല ഇവിടെ കാണാൻ. പിന്നുള്ളത് പാരാഗ്ലൈഡിങ്ങും പിന്നെ മറ്റേ വെള്ളത്തിൽ കൂടെ മറ്റേ ഡ്രിഫ്റ്റിങ്ങോ മറ്റേ പരിപാടി ഉണ്ടോ, റാഫ്റ്റിംഗ് ആണുള്ളത്. അപ്പോ അതിന് ഭയങ്കര റേറ്റാ പറയണത്. 2000 തൊട്ടൊക്കെ പറയുന്നുണ്ട്. ഇതിനാകുമ്പോൾ 3500-4000 റേഞ്ചൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് വലിയൊരു എമൗണ്ട് കപ്പിളായിട്ട് വരാണെങ്കിൽ തന്നെ വലിയൊരു എമൗണ്ട്, ഒരു 10-15,000 വരെ അടുത്ത് ചിലവരും തോന്നണേ. 4000 വെച്ചാൽ 8,000 10-10,000 രൂപ എന്തായാലും വരും ഈ 2 ആക്ടിവിറ്റി
ഒരു കപ്പിളായിട്ട് ചെയ്യണമെങ്കിൽ 2 ആക്ടിവിറ്റി അല്ല, പാരാഗ്ലൈഡിങ്ങിന് മാത്രം. പാരാഗ്ലൈഡിങ്ങിന് 8,000 അല്ല 7,000 പിടിച്ചോ, 7,000 രൂപ പിടിക്കും 2 പേർക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റേ ആക്ടിവിറ്റിക്ക് ഒരു 1,500 വെച്ചാൽ 3,000 രൂപ. അപ്പോൾ 10,000 രൂപ എന്തായാലും 2 പേർക്ക് ചെയ്യാനായിട്ട് എടുക്കും. അപ്പോൾ ഞങ്ങൾ ചെയ്തില്ല. എനിക്ക് ഫസ്റ്റ് ഡേ ഒക്കെ പറഞ്ഞു കുളൂര് കൊണ്ടുപോയ, കുളൂരില് ഭയങ്കര ഷോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞു. അല്ല, അവർ ഉദ്ദേശിച്ച കാര്യം എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ ഷോപ്പിംഗ്. അത് പക്ഷെ ഹാൻഡ്ലൂം നമ്മൾ എത്ര കാണും, 1-2 കട കണ്ടാലായി. അല്ലാണ്ട് നമ്മൾ റോട്ടിൽ കൂടെ ഇറങ്ങിയിട്ട് സ്ട്രീറ്റ് ആയിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് അല്ല. എന്താ പറയുക, സ്ട്രീറ്റിലൊക്കെ നടന്നുകൊണ്ടുള്ളതല്ല. ഓരോ ഔട്ട്ലെറ്റ് കടകളാണ്. ആ കടകളിൽ നമുക്ക് വേണമെങ്കിൽ ചെന്ന് വാങ്ങാം. അപ്പോൾ ഓരോ കടകളിൽ കൊണ്ട് നിർത്തും. അപ്പോൾ അവിടെ ഭയങ്കര ഒരു ആയുർവേദിക് അത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ സാധനങ്ങളാണ് കാണാൻ സാധിച്ചത്. അപ്പോൾ അവിടെ ഭയങ്കര റേറ്റാണ്. സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് 1,000 രൂപ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ 2,000, 3,000, 4,000 വരെ. സാരി മാത്രമാണ് ഞങ്ങൾ നോക്കിയുള്ളൂ, വേറെ ഒന്നും നോക്കിയില്ല. പിന്നെ അങ്ങനെ നോക്കുകയാണെങ്കിൽ പൈസ ഇഷ്ടം പോലെ വേണ്ടി വരും. അതുകൊണ്ട് നോക്കിയില്ല. എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ടു. ആയകൂടി അമ്പലത്തിൽ പോയപ്പോൾ അവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ എല്ലായിടത്തും പൈസ കൊടുക്കണം. മീൻസ് പൈസ ആയിട്ട് ചോദിക്കില്ലെങ്കിലും എല്ലാവരും ഇങ്ങനെ പാത്രം വെച്ചിട്ടുണ്ടായിരിക്കും കാശ് ഇടണം എന്നുള്ളൊരു മെന്റാലിറ്റിയാണ്. വെക്കാൻ പറഞ്ഞു. ബാക്കിയോടത്തൊന്നും വെക്കാൻ പറഞ്ഞില്ല. ഫുഡിന്റെ അവിടെ നമ്മൾ വെക്കണം എന്നുള്ളതല്ല. ബട്ട് എന്നാലും നമ്മൾ ആ പറഞ്ഞ നിലയ്ക്ക് നമ്മൾ എന്തായാലും പൈസ വെക്കുമല്ലോ. പിന്നെ ഒരു കേസ് എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു പാത്രം തരുന്നുണ്ട്. അതിന് 150 രൂപ, 250 രൂപ. അങ്ങനെ വെച്ചിട്ട് കൊട്ടയിൽ കുറച്ച് സാധനങ്ങൾ ഇതുണ്ട്, അതിനൊരു ചാർജ് ഈടാക്കുന്നുണ്ട്. അതുമാതിരി പിന്നെ പാരാഗ്ലൈഡിങ് ആണെങ്കിൽ കാണിച്ചു തരാം. പാരാഗ്ലൈഡിങ് ആണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉണ്ട് വേണ്ട അടുത്തൊക്കെ. ഇതൊക്കെ പാരാഗ്ലൈഡിങ് ആണ്. ഫുൾ പാരാഗ്ലൈഡിങ്. ഇതൊക്കെ ഓരോ സ്ഥലങ്ങളാണ്. ഇത് ധൈര്യത്തിൻ്റെ മാത്രം അതൊന്നുമില്ല. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഇതൊരു പേടിയുണ്ടാവും. ബട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോയാലേ പറ്റുള്ളൂ. പിന്നെ ഈ കാണുന്ന ഫുള്ള് ആപ്പിൾ മരങ്ങളാണ്. ശരിക്കും ആപ്പിളിൻ്റെ ടൈമിങ് അവർ ചോദിച്ചപ്പോൾ പറഞ്ഞത് ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ ആണ് ഇതിൻ്റെ മെയിൻ സമയം. സീസണായിട്ട് വരുന്നത് ഒക്ടോബറൊക്കെ ആകുമ്പോഴേക്കും മാക്സിമം കഴിയും. ഇപ്പോൾ ഫുള്ള് ലീഫൊക്കെ പോയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ വേണ്ട മരമൊക്കെ വെട്ടി നിർത്തിയിരിക്കുന്നതാണ്. മരം വെട്ടിയിട്ടുണ്ട്, ചില്ലകളൊക്കെ കുറേ വെട്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. പിന്നെ വേണ്ടോ ഈ ഡ്രസ്സിട്ട് കാണുമ്പോൾ ഒരു രസമുണ്ട് അല്ലേ? എന്ത് ചെയ്യണമെങ്കിൽ വേണം ചെയ്യാന്ന്. മൂന്നാമത്തെ ഫ്ലോപ്പ് ഡേ ആണ്. നമ്മുടെ ഒരു ഇത് വേണ്ടേ ഫോട്ടോ അതെടുത്തിട്ടല്ലോ കൊറേ നല്ല ഫോട്ടോസ് ഉണ്ടാവും. ആ ചെക്ക് എടുത്ത ഫോട്ടോസ് കാണിച്ചു കേട്ടോ നീ. ആ പ്രൊഫഷണൽ കൊണ്ട് വലിയ ആളുകൾ എന്തിട്ടാണ് എടുത്തത്. ഇനി നമ്മൾ ബസ്സിൽ കയറും ഡയറക്റ്റ് ടു ഡൽഹി. സോ നമുക്കിനി ബസ് സ്റ്റാൻഡിലാണ് ബസ്സൊക്കെ കയറിയിട്ട് കാണിച്ചു തരാം. ഓക്കെ ബൈ. സോ ഗൈസ് ഫൈനലി നമ്മൾ നമ്മുടെ ബസ്സിൽ കയറി, നമ്മുടെ വോൾവോ ബസ്സിലൊക്കെ കയറി കേട്ടോ. ഇനി ഡയറക്റ്റ് ഡൽഹിയിലാണ് അവർ എത്തിക്കുക. അവിടെ നിന്ന് നമ്മൾ പിന്നെ ട്രെയിൻ എടുത്ത് നമ്മൾ ബോംബെക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡൽഹിയിൽ എത്തിയപ്പോൾ പുലർച്ചെയൊക്കെ ആയി. കാരണം 12 hours അങ്ങോട്ടും ട്രാവൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ആ സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡായി പോയിട്ടോ. കാരണം ഞാൻ ലൂസ് മോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ടയേർഡായിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ രാവിലെ ഡൽഹിയിൽ നിന്ന് നമ്മളിനി ബോംബെക്ക് പോവാണ്. അപ്പോൾ ഡൽഹിയിൽ നമ്മളൊന്ന് സ്റ്റേ ഒക്കെ ചെയ്തു. നമ്മളൊരു ഹോട്ടലെടുത്ത് നമ്മൾ ഫ്രഷപ്പൊക്കെ ആയി നമ്മളിനി ബോംബെക്ക് പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ ബോംബെയിൽ എത്തിയിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അവിടെ നമ്മുടെ കസിൻസ് ഉണ്ട്. നമ്മുടെ കസിൻസിൻ്റെ വീട്ടിലൊക്കെ നമ്മളൊന്ന് പോവാണ്. സോ ഇതോടുകൂടി ഈ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യുകയാണ് കേട്ടോ. സോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.